ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സൗന്ദര്യം നോക്കി പ്രണയിക്കുന്നവരുടെ 3 സ്വഭാവ രീതികളെ കുറിച്ചാണ്. നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ മനസ്സ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യത്തെ കണ്ടാണോ അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള 3 സൈനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ സൈൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രപ്പോസ് ചെയ്യാണ്. നമ്മൾ പ്രപ്പോസ് ചെയ്യാന്നുള്ളത് നമ്മൾ അവരോട് ഒരുപാട് സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി പതിയെ നമ്മൾ ടെൻഷനായി അവർ റിജക്ഷൻ ചെയ്യോ എന്നുള്ള പേടി ഉണ്ടാവുന്നത് നമ്മൾ അവരെ അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുകയാണ്. പെട്ടെന്ന് അവരുടെ ഭാഗത്ത് നമ്മളൊരു നോ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. ഇതാണ് ഒരു നോർമൽ പ്രപ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ലാതെ ചിലവർ നമ്മുടെ സൗന്ദര്യത്തെ കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, നിന്റെ മുടിയൊക്കെ ഭയങ്കര ഭംഗിയുള്ള മുടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സൗന്ദര്യത്തെ പറ്റി ഒരുപാട് പുകഴ്ത്തുകയും ആ ഒരു രീതിക്ക് തന്നെ നമ്മളെ പ്രപ്പോസ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. ഇവരെ നമ്മളൊന്ന് സൂക്ഷിക്കുക. അതായത് നിങ്ങളുടെ സൗന്ദര്യം ഇരിക്കുന്നത് നിങ്ങളുടെ മുഖത്തല്ല, നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങളുടെ സൗന്ദര്യം ഇരിക്കുന്നത്. നമ്മുടെ സൗന്ദര്യത്തെ കണ്ട് നമ്മളെ പ്രണയിച്ച് നമ്മളെ പ്രപ്പോസ് ചെയ്ത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ മുഖത്തെ ഭംഗി ചിലപ്പോൾ നഷ്ടപ്പെട്ടു വരാം. എല്ലാവരും സമയത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് വല്ല ആക്സിഡന്റോ അല്ലെങ്കിൽ നമുക്ക് പൊള്ളലേൽക്കോ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ മുഖത്ത് ഭംഗിയൊന്നും പഴയ പോലെ ആയിരിക്കില്ല. ആ ഒരു സമയത്ത് അവർക്ക് നമ്മളെ പഴയ പോലെ കാണാനും സാധിക്കില്ല. അവർ നമ്മളെ തള്ളിക്കളയും. ഇതാണ് സൗന്ദര്യം നോക്കി നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടുള്ള ഒരു കുഴപ്പം. നമ്മളെല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല. നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നതിനനുസരിച്ച് അവരുടെ ഭാഗത്ത് ഉള്ള ഇഷ്ടവും കാര്യങ്ങളും കുറയുകയും ചെയ്യും. സൗന്ദര്യം ഇരിക്കുന്നത് നമ്മുടെ മുഖത്തൊന്നല്ല, നമ്മുടെ മനസ്സിലാണ്. മനസ്സിൽ തമ്മിലുള്ള ഒരു കണക്ഷനാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ മുഖത്തെ നമ്മുടെ കണ്ണോ നമ്മുടെ മുടിയോ നമ്മുടെ കളറോ നമ്മുടെ വെളുപ്പോ ഒന്നും തന്നെയല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന്റെ പരസ്പരമുള്ള ഒരു കണക്ഷനാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം നോക്കിയിട്ടാണോ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. നമ്മുടെ രണ്ടാമത്തെ സൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആള് ഒരുപാട് സൗന്ദര്യമുള്ള ഗേൾസിന്റെ അടുത്ത് പോയിട്ട് അവരുടെ പോസ്റ്റിലും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ അവരെ DM ചെയ്ത് മെസ്സേജ് അയക്കുക, അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ ഇതൊന്നും തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ സമ്മതിക്കുകയില്ല. അവരുടെ ഒരു ഇൻസ്റ്റാ പാസ്വേഡോ അല്ലെങ്കിൽ അവരുടെ FB പാസ്വേഡോ ഒന്നും തന്നെ നമുക്ക് തരില്ല. അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ സേഫായിട്ട് വെക്കും. എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ഭയങ്കര ഓപ്പൺ ആയിട്ട് ലാവിഷായിട്ടുണ്ടായിരിക്കും. നമ്മളെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അവരുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലാതെ ആയിരിക്കാം. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് അവരുടെ ഭാഗങ്ങളെല്ലാം തന്നെ ലോക്കാക്കി വെക്കും. ഇത് നിങ്ങളെ സൗന്ദര്യം നോക്കി പ്രണയിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളൊരു ആത്മാർത്ഥ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. അവരൊരു മറ്റുള്ള പെൺകുട്ടികളുടെ കമന്റ് ചെയ്യോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ ഒന്നും തന്നെ നോക്കില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുമായിട്ട് സംസാരിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരോടും ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. അവരുടെ ഗേറ്റ് അവർ തുറക്കില്ല, എന്നാൽ നമ്മുടെ ഗേറ്റിന് അവർ ഓപ്പൺ ആയിട്ട് ലാവിഷായിരിക്കുകയും ചെയ്യും. ഇതാണ് അവരിൽ കാണാൻ സാധിക്കുന്ന രണ്ടാമത്തെ സൈൻ. മൂന്നാമത്തെ സൈൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, നീ എന്തിനാണ് ഇപ്പോൾ അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോയത്, അല്ലെങ്കിൽ നീ എന്തിനാണ് അവൾക്ക് മെസ്സേജ് അയക്കാൻ നിൽക്കുന്നത്, നിന്റെ പാസ്വേഡും കാര്യങ്ങളും എന്താണ് എനിക്ക് തരാത്തത്, ഇതെല്ലാം തന്നെ നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണ്, നിനക്ക് ഞാൻ ഇപ്പം എന്തിനാണ് എൻ്റെ പാസ്വേഡും കാര്യങ്ങളും എന്ന് പറഞ്ഞ് വഴക്കിടാൻ ശ്രമിക്കുകയും നമ്മുടെ ഓരോ കുറ്റങ്ങളും കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ് ഒരു വഴക്കുണ്ടാക്കി നൈസായിട്ട് അവർ പോകുന്ന ഒരു കാര്യമാണ് പിന്നീട് ഉണ്ടായിരിക്കുക. പറഞ്ഞു വരുന്നത് സൗന്ദര്യം നോക്കി പ്രണയിക്കുന്നവർക്ക് നിങ്ങളുടെ സൗന്ദര്യം ഉള്ളിടത്തോളം കാലം മതി അവർക്ക് നിങ്ങളെ എന്നാണ്. പക്ഷേ ചിലവരുണ്ടായിരിക്കും നമ്മൾ ഒരുപാട് സൗന്ദര്യം കണ്ടിട്ട് നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അവരുടെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും എല്ലാം കണ്ട് നമുക്ക് അവരെ ഒരുപാട് ഇഷ്ടമായിരിക്കാം. അങ്ങനെയുള്ളതും ഉണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. നമ്മുടെ ആ ഒരു മുഖത്തെ സൗന്ദര്യം കണ്ടിട്ടാണ് അവർ നമ്മളെ സ്നേഹിച്ചത് എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ആ ഒരു സൗന്ദര്യം കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെയും വിട്ടിട്ട് പോകും. ഇതാണ് 3 സൈൻ എന്ന് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ അത്രയും ആഴത്തിൽ സ്നേഹിക്കുന്ന, നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് മനസ്സിന്റെ അടിത്തട്ടിൽ വെച്ച് നിങ്ങൾ സ്നേഹിച്ചു കൊണ്ടുനടക്കുന്ന എല്ലാവരും ഈ ഒരു ഭാഗം കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യം നടന്നൊരു കാര്യമാണ്. അവരുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. നല്ല ഭംഗിയുള്ള ഒരു കുട്ടി, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി. ആ ഒരു കുട്ടിക്ക് ഒരു ബോയ് ആയിട്ടൊരു ഇഷ്ടത്തിലായിരുന്നു. 3-3.5 വർഷത്തോളം അവർ തമ്മിൽ ഒരുപാട് സ്നേഹിച്ചു. അവരുടെ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് അവർ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പും എല്ലാം അവർ തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നു.
പിന്നീട് ഒരു ദിവസം ആ ഒരു ചെക്കൻ്റെ വീട്ടിൽ ഒരു പ്രപ്പോസൽ വന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി വിചാരിച്ചത് അതൊന്നും ഇപ്പം നടക്കാൻ പോകുന്നില്ല, എന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയായിട്ട് അവനൊരു സ്നേഹിക്കുകയില്ല, ആര് വന്നാൽ തന്നെ ആ ഒരു ബോയ് സമ്മതിക്കില്ല എന്നായിരുന്നു ആ ഒരു പെൺകുട്ടി വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ആ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ അത് ഭയങ്കര ഭംഗിയുള്ളൊരു കുട്ടിയായിരുന്നു, ഒരു സിനിമാ നടി ആ ഒരു ലുക്കുള്ള കുട്ടിയായിരുന്നു. ആ ഒരു ബോയ് ഒന്നും തന്നെ നോക്കിയില്ല, അക്സെപ്റ്റ് ചെയ്തു. ഇത് ആ ഒരു കുട്ടിയോട് പറയുകയും ചെയ്തില്ല എനിക്കിങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊന്നും തന്നെ പറഞ്ഞില്ല. പിന്നീട് ആ ഒരു സ്നേഹിച്ച കുട്ടി ഇതെല്ലാം അറിയുകയും ചെന്ന് ചോദിച്ചു, എന്താണ് ഞാൻ കേട്ടത്, നീ എന്നെയല്ലേ സ്നേഹിച്ചത്, ആ ഒരു കുട്ടിയല്ലല്ലോ, നീ എന്തിനാണ് എസ് പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടി പറഞ്ഞു. പക്ഷെ ഇതൊന്നും കേൾക്കാൻ ആ ഒരു ബോയ് തയ്യാറായില്ല. വീട്ടുകാർ നിർബന്ധിച്ചു, ഇനിയിപ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ശരിയാവില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാനായിരുന്നു ശ്രമിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ ആ ഒരു പെൺകുട്ടി ആ ഒരു ബോയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അവൻ്റെ ഉമ്മയോടും സിസ്റ്ററിനോടും ബ്രദറിനോടും എല്ലാം പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഇഷ്ടത്തിലായിരുന്നു, ഇത്രയും കാലം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്ക് അവനെ കല്യാണം കഴിപ്പിച്ച് തരണം, ഞാൻ അവനെ പൊന്നു പോലെ നോക്കിക്കോളാം എന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ആ ഒരു ബോയുടെ ഉമ്മ പറഞ്ഞത്, അവന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നീ ഇപ്പം അത് വിട്ടേക്ക്, അങ്ങനെ ഒരു രീതിയിലാണ് ആ ഒരു ഉമ്മ പറഞ്ഞത്. അവസാനം ഈ ഒരു പെൺകുട്ടി എല്ലാം പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഇത് സെക്ഷലി റിലേഷൻഷിപ്പ് എല്ലാം തന്നെ നടന്നിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ വീട്ടിലൊരു വേലക്കാരിയായിട്ട് നിന്നോളാം, എല്ലാ പണിയും ചെയ്തോളാം, ഞാനൊരു അടിമയെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞു. എനിക്ക് അവനെ കല്യാണം കഴിപ്പിച്ച് തരണം പറഞ്ഞു. പക്ഷെ ആ ഒരു ഉമ്മ ഇതൊന്നും തന്നെ കേട്ടില്ല. അവന് താല്പര്യമില്ലെങ്കിൽ നീ അത് വിട് എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീട്ടിലെ ഒരാൾ പോലും അവളെ സപ്പോർട്ട് ചെയ്തില്ല. ആ ഒരു ഉമ്മ പോലും നല്ലൊരു ഉമ്മയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കും, നീ എന്തിനാണ് അവളെ സ്നേഹിച്ചത്, ഒരു പെൺകുട്ടിയുടെ ജീവിതം നീ എന്തിനാണ് കളഞ്ഞത് എന്നാണ് ചോദിക്കുക. പക്ഷെ അതൊന്നും തന്നെ ചോദിക്കാൻ ആ ഒരു ഉമ്മ തയ്യാറായില്ല. പിന്നീട് ഇവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളും അത്രയും നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ട് ഇവള് സൂയിസൈഡോ കാര്യങ്ങൾക്ക് ഒന്നും തന്നെ നിന്നില്ല. ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സൂയിസൈഡിലേക്കൊന്നും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് കടന്നില്ല. പറഞ്ഞു വരുന്നത്, നിങ്ങൾ സൗന്ദര്യം നോക്കിയിട്ടാണ് ആ ഒരു വ്യക്തി സ്നേഹിച്ചതെന്നുണ്ടെങ്കിൽ അവർ സൗന്ദര്യത്തിന്റെ സൈഡ് നോക്കിയിട്ടേ പോവൂ. അതിലൊന്നും ഒരു കാര്യമല്ല. നമ്മളൊരു വ്യക്തിക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു വ്യക്തി സന്തോഷിക്കുകയെന്നുണ്ടെങ്കിൽ അവിടെയാണ് സൗന്ദര്യം ഇരിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിയുടെ കളറിലോ ഹൈറ്റിലോ വെയിറ്റിലോ മുടിയിലോ കണ്ണിലോ ഒന്നുമല്ല സൗന്ദര്യം ഇരിക്കുന്നത്. നമ്മൾ കാരണം ഒരു വ്യക്തി സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് സൗന്ദര്യം. മനസ്സുകൾ തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ മുഖത്തൊന്നുമല്ല സൗന്ദര്യം ഇരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളെ മറന്ന് സ്നേഹിക്കാതിരിക്കുക. നേരത്തെ പറഞ്ഞു, ആ ഒരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വേലക്കാരിയായിട്ട് വേണമെങ്കിൽ നിന്നോളാം, എല്ലാ പണിയും ചെയ്തോളാം എന്ന് വരെ പറഞ്ഞു. അത് അവരെ മറന്ന് സ്നേഹിച്ചുകൊണ്ടാണ്, അത്രയും വാല്യൂ ഇമ്പോർട്ടൻസും പ്രയോറിറ്റി അവർക്ക് നൽകിയതുകൊണ്ടാണ്. അത്രത്തോളം ആ ഒരു വ്യക്തി അവളെക്കാളും ആ ഒരു ബോയെ സ്നേഹിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മറന്ന് സ്നേഹിക്കാതിരിക്കുക. നിങ്ങൾ ഇത്തരത്തിലുള്ള അവരുടെ സൗന്ദര്യം കണ്ടിട്ടാണ് അവർ നിങ്ങളെ സ്നേഹിച്ചത്, അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്നേഹിക്കാൻ നിൽക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു ആപത്തിൽ നിന്ന്, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ തരണം ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു കമന്റ് കണ്ട് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു എനർജി നൽകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ താഴെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് ആയി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.